ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ആൾക്ക് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി മേടിച്ചാണ് കേട്ടോ ഈ പാമ്പിനെ. ഇത് പ്ലാസ്റ്റിക് പാമ്പാണ്. അപ്പോഴാണ് ഓർത്തത് ഇത് വെച്ചൊരു ചെറിയൊരു പണി ആക്കി കൊടുക്കാമെന്ന്. അപ്പം ഇത് ഉദ്ദേശിക്കുന്നത് ഈ പാത്രത്തിൽ ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഡബിൾ സൈഡ് ടേപ്പുണ്ട്. ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ എടുത്തപ്പോൾ പറഞ്ഞു പോയാണ്. കേൾക്കാൻ പറ്റുന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഒത്തിരി ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല. ഒന്നാമത് കുഞ്ഞ് ഉറങ്ങുവാണ്, പിന്നെ ആൾ വെളിയിൽ പോയി ഇരിപ്പുണ്ട്. അത് ഞാൻ കണ്ടിട്ടാണ് വന്നത് കേട്ടോ. കാണിച്ചത് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. തുറന്നു കഴിയുമ്പം ഇത് വരണം, അറിയില്ല വരുമോന്ന് നോക്കാം കേട്ടോ. വാ, ഇതിൻ്റെ തന്നെ പിന്നെ ഞാൻ നോക്കിയില്ല. പാല് വല്ലതും ആണോ? കറിവേപ്പില എവിടുന്ന ആണോ? അത് വെളിയിരിക്കുമല്ലോ, നമ്മൾ ചോദിച്ചത്. അയ്യോ, ഇതാണ് ആരിൽ എന്തെങ്കിലും സാധനം തന്നു കഴിഞ്ഞാൽ തുറന്നു നോക്കരുന്ന പറയുന്നത്. അത് എത്ര നാൾ മുമ്പാ? ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് ഷോർട്ട് വീഡിയോ. പിന്നെ ഇത് പ്ലാസ്റ്റിക് പാമ്പാ. ഇതിന് പേടിക്കണേ. പിടിച്ച് ഈ സാധനം കുഞ്ഞു കഴിഞ്ഞിട്ട് നോക്കട്ടെ. എന്തുവാ എൻ്റെ അച്ചാച്ച എന്ത്? ഞാനാണ് ഇവിടെ ഫോണും കൊണ്ട് കുറേ നേരമായി ഫോൺ കൊണ്ടിരിക്കാതെ വേണ്ടി റേഞ്ച് ഇല്ല. പോയോ അവിടെ പേരെടുക്കുന്ന ഈശ്വരേ. കൊച്ചെണീറ്റിട്ടുണ്ടാവും മിക്കവാറും. ആ പാത്രം താഴെ വീണില്ലേ, അതിൻ്റെ സൂക്കടായി. കൊച്ചങ്ങാൻ എണീറ്റിട്ടുണ്ടെങ്കില്ല. ഇന്ത്യ വാതിൽ കൊച്ച് ഉണർന്നിരിക്കുന്ന സമയത്തെങ്ങാനും ചെയ്താൽ പോരാ. എന്തോ ഒരു കഷ്ടപ്പെട്ട കൊച്ച്. എന്നിട്ട് എന്നാൽ ഇന്ന് അച്ചയുടെ 5 സന്തോഷമായി. കൊച്ച് എഴുന്നേറ്റു. ഇനിയിപ്പോൾ അവൾ ഉറക്കം പോകാതെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും അവൾ ഉറക്കം പോകാണ്ട് എണീറ്റിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു സൗണ്ടും ഉണ്ടാക്കാതെ പുറത്ത് വന്നിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എനിക്കത് റേഞ്ച് കിട്ടുന്നില്ല. അപ്പോൾ ഞാനോർത്ത് കഥ തുറന്ന് പോയി വൈഫൈ കണക്ട് ചെയ്താലോ. അപ്പോൾ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഥ തുറന്ന് പോകുമ്പോൾ ആ കഥ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ ഇനി എണീറ്റാലോ നോക്കുന്നുണ്ട്. ഞാൻ അതിന് പോലും പോകാതെ റേഞ്ചില്ലാത്ത ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പറയാനുള്ളത്? ഞാനല്ല പറയണ്ടേ, വേറൊന്നുമല്ല. ഞാൻ പോയിട്ട് തിരിച്ചു വന്നാണ്. കുഞ്ഞ് ആ സൗണ്ട് കേട്ടിട്ട്, ആ പാത്രത്തെ സൗണ്ട് കേട്ട് കുഞ്ഞ് എഴുന്നേറ്റായിരുന്നു. ചെറിയ വലിയ കാര്യമുണ്ട്. അവിടെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരായിരുന്നോ? കാര്യമില്ലല്ലോ. ഇതിപ്പോൾ ചെയ്ത്
നമ്മൾ കുറേ ചില കാര്യങ്ങൾ പിന്നെ തന്നെ മാറ്റി വെക്കാൻ പാടില്ല. ഞാൻ മരുന്നെല്ലാം കൂടെ പറയട്ടെ, മരുന്നെല്ലാം കൂടെ കഴിച്ചെനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കും. ഞാൻ വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയിരുന്നെങ്കിലോ, സമാധാനമായേനെ. എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ, ശ്വാസം നിന്ന് ഞാനിപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി ഓടിയാണ്. ഈ സ്റ്റെപ്പ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഓടാതെ ഇവിടെ കൊണ്ട് സ്റ്റോപ്പായത്. ഓഹ് എൻ്റെ ഈശോയേ, ആ സമയം ഒന്നും പറയാനില്ല. അതിനുള്ള കാരണം ഇനി ഇൻട്രോ ഒക്കെ ഉണ്ടോ? ഇൻട്രോ ഒന്നുമില്ല. നമ്മളെ വീഡിയോ നമുക്ക് അങ്ങനെ ഞാൻ പ്രത്യേകം അല്ല, എന്നാലും ഞാൻ ഈയിടെ എന്തോ ഒരു വീഡിയോ അച്ചോട് ഒന്ന് എടുക്കാമോ ചോദിച്ചാൽ, ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്താൽ ലോങ് വീഡിയോയിൽ സംസാരിക്കില്ല. എൻ്റെ ചെറിയ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ. വേറെ നല്ല കുഞ്ഞ് ഇടയ്ക്ക് ചെറിയ സമയത്ത് എന്ത് ചെയ്താൽ അച്ഛ ലോങ് വീഡിയോയിൽ വരത്തില്ല. എന്ത് ചെയ്താലും വരത്തില്ല ലോങ് വീഡിയോ. ഞാൻ എടുക്കൂല, ഞാനില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇതിന് എന്താ എടുത്തു വെച്ചേക്കുന്നത്, വല്ലതും എടുത്തിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഇൻട്രോ എടുക്കുന്നത്. ചിലപ്പോൾ പറയും ഇൻട്രോ ഒന്ന് എടുത്ത് തരാമോ എന്ന് വേണം ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതുപോലെ മടിയാണ് കേട്ടോ ലോങ് വീഡിയോ എടുക്കാനായിട്ട്. വരത്തില്ല. ഷോർട്ട് വീഡിയോ ആണെങ്കിൽ എന്ത് കഠിനാധ്വാനം ചെയ്താണെങ്കിലും, എത്ര റിസ്ക് എടുത്തിട്ടുള്ള ഷോർട്ടാണെങ്കിലും അതെനിക്ക് ചെയ്യാനോ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ പക്ഷേ അങ്ങനെ കേട്ടോ, ഞാൻ ഷോർട്ട് വീഡിയോ ഞാൻ പറയും നമുക്ക് റിസ്ക് ഇച്ചിരി കുറവുള്ള വീഡിയോസ് ചെയ്താൽ മതി. എനിക്ക് ഒത്തിരി കഷ്ടപ്പെടാൻ വയ്യാന്ന് പറയും. അപ്പോൾ അതുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ മെഡിസിൻ്റെ ഒരു എഫക്റ്റാണ് എനിക്ക്. കഴിഞ്ഞ ദിവസം രാത്രി സ്വപ്നം കണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ സ്വപ്നമൊക്കെ ഭയങ്കര മോശം സ്വപ്നങ്ങളാണ്. പക്ഷേ ഇത് ഞാൻ അറിയുന്നില്ലായിരുന്നു. ഞാൻ അച്ഛയുടെ കഴുത്തിനൊക്കെ കയറി പിടിച്ചു, കയ്യിലൊക്കെ പോയി ഒരു മാന്തി എന്നിട്ട് പറഞ്ഞു, എന്നെ വിടറാ എന്നെ തൊട്ട് പോകരുത്, ഞാനാടാ എന്നത് പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ രാത്രി കിടന്ന് പറഞ്ഞത്. അപ്പോൾ അച്ഛക്ക് വേദന എടുത്തു എനിക്കിപ്പോൾ. അപ്പം ഭാഗ്യത്തിൽ കൊച്ചപ്പുറത്തായത് ഭാഗ്യം, അല്ലെങ്കിൽ കൊച്ചിനോട് വല്ലതും ചെയ്താൽ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അല്ല, ആ ഒറ്റ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് അച്ഛനെ തട്ടി വിളിച്ചു വേനെടുത്തിട്ട്. പക്ഷേ അതൊന്നും ഞാൻ അറിഞ്ഞില്ല. നീ പോടാന്നങ്ങാണ്ട് പറഞ്ഞു വെച്ച് ഞാൻ പിന്നെയും കിടന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങളത് കേൾക്കുമ്പോൾ പറയും അനുപൂർവ്വം പറഞ്ഞായിരിക്കും ചിലപ്പോൾ. ഒരിക്കലല്ല കേട്ടോ. കാരണം കാറ്റ് വീശുന്നതുകൊണ്ട് കേൾക്കാമോ എന്നറിയത്തില്ല. ഞാൻ അങ്ങനെ ഒരു സംഭവമേ ഞാൻ അറിഞ്ഞിട്ടില്ല. ചില സ്വപ്നങ്ങൾ ഞാൻ കാണും കേട്ടോ രാത്രി കിടന്നിട്ട്. ഭയങ്കര മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പറയാൻ പേടിയാവുന്ന സൈസ് സ്വപ്നം ഞാൻ കാണും. എന്നിട്ട് അപ്പം ഞാൻ ഉറങ്ങിയിട്ടൊന്ന് കണ്ണു തുറക്കും, പണ്ടാരം സ്വപ്നം മറന്നു പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ പിന്നെയും കണ്ണട തുടങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ദിവസം ഞാൻ നല്ല സ്വപ്നങ്ങൾ കാണും, നമുക്ക് കാണാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്വപ്നങ്ങൾ. അപ്പോൾ ചിലപ്പോൾ അറിയാതെ കണ്ണ് തുറന്നു. അപ്പോൾ കണ്ണടച്ച് ഞാൻ വീണ്ടും പറയുകയും ആ സ്വപ്നം തന്നെ ഞാൻ വീണ്ടും കാണണമെന്നൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ. പക്ഷേ അത് കാണില്ല. പക്ഷേ ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ ചേട്ടായിയുടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചേട്ടായിക്ക് മെഡിസിൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മെഡിസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. അപ്പോൾ അതുപോലെ എൻ്റെ പരിപാടികൾ അങ്ങനെയൊക്കെയാണ്. അപ്പം മരുന്ന് തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല എൻ്റെ ഒരു അവസ്ഥ. ആ സമയത്ത് ഞാൻ ഓർക്കുകയും ചെയ്തു, അച്ഛൻ എന്തിനാണ് ഈ പാത്രവും കൊണ്ട് വരുന്നത്, അതുകൊണ്ട് ഈ വീഡിയോ എത്ര സമയമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതാണ് എന്തിനാണ് ഈ പാത്രം കൊണ്ട് വരുന്നത്. ഒരു പാത്രവും ചുമ്മാ ചില പാത്രങ്ങളിലൊക്കെ നമുക്ക് കബോർഡിന് അടപ്പില്ല, ഡോറില്ലാത്തത് കൊണ്ട് നമുക്ക് എല്ലാ പാത്രങ്ങളും അടിവശത്ത് ഇങ്ങനെ തുറന്നിരിക്കുക. അങ്ങനത്തെ തുറന്നല്ല, ഒന്നും അടച്ചു വെക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അന്നേരം ഇവളെന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാത്രവും എടുത്തിട്ട് അതിനകത്ത് അരി പെറുക്കിയിടുക, കപ്പ പെറുക്കിയിടുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്തു വെക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ ഈയിടെ ഒരു പാത്രം തുറന്നപ്പം എന്തോ ഒരു സാധനം അതിനകത്ത് നാരങ്ങയോ അങ്ങനെ എന്തോ സാധനമൊക്കെ ഇരിക്കുന്നു. അത് കുറേ ദിവസങ്ങൾക്ക് മുന്നത്തെ. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കളിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവളെന്തെങ്കിലും കൊണ്ട് വെച്ചതായിരിക്കുമോ. അങ്ങനെ ഞാൻ ഓർത്തു കേട്ടോ, കൊച്ചെന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സാധനം അതിനകത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതവിടെ ഇരുന്ന് പൂത്ത ചീഞ്ഞൊക്കെ ഇരിക്കുന്നതായിരിക്കും അച്ഛൻ കൊണ്ടിരുന്നെന്ന് വിചാരിച്ചു. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഈ അവസ്ഥയിൽ ഇരിക്കുന്ന എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പാമ്പിനെ കൊണ്ട് തരുന്നു കേട്ടോ. എനിക്ക് ഈ സാധനം പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞാലും അത് കണ്ടാൽ ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. അത് മാത്രമല്ല, എനിക്ക് പ്ലാസ്റ്റിക് ആണെങ്കിലും എനിക്ക് അതിനെ തൊടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പ്ലാസ്റ്റിക്കകത്തുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു ആ ഒരു സാധനത്തിനെ കാണുമ്പോൾ. ശരിക്കും ഞാൻ കണ്ടുപോലില്ല. ഞാൻ അതിൻ്റെ ഒരു വാലോ ഏതാണ്ട് ഒരു സാധനം മാത്രമേ കണ്ടുള്ളൂ. ചുറ്റിപ്പിരിച്ച് അതിനകത്ത് കയറ്റി വെച്ചേക്കല്ലായിരുന്നു. ഇപ്പോൾ കൊള്ളാം. എൻ്റെ എന്തോ നല്ല സമയമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ തന്നെ ബോധം കെട്ടുപോയിന്. ഇവിടെ ഇങ്ങനെ താഴേക്ക് ഓടിയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ സ്റ്റെപ്പല്ലേ, സ്റ്റെപ്പിൽ അടിച്ചു കുത്തി വീഴണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓടാതിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ചിത്രം കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ അല്ലേ, അതിൻ്റെ വൈൻഡപ്പ് ഞാൻ തന്നെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതുവരെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ
സ്റ്റോറേജ് തീർന്നു പോയിട്ട് ഫോൺ കട്ടായി പോയി. നന്നായി ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പോകാതിരുന്നത്, കാരണം കഷ്ടപ്പെട്ടാണല്ലോ ഒരു വീഡിയോ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒപ്പിച്ചത് ഫ്ലോപ്പായി പോകണ്ട. നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെയുള്ള വീഡിയോകൾക്കല്ല കേട്ടോ, ആ ഒരു എഫേർട്ടിന് അത്രേ ഉള്ളൂ. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ. എന്നെപ്പോലെ വളവളാന്ന് ഇങ്ങനെ നടന്നിങ്ങനെ പറയില്ല. നേരത്തെ ഇച്ചിരൂടെയൊക്കെ ബെറ്ററായിട്ട് അത് എന്തായാലും ലോങ് വീഡിയോ സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ ഭയങ്കര മടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി അച്ഛക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ കൊച്ചിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയതാണ്. പിന്നെ അവൾ ഒന്നുറങ്ങി എണീറ്റതുകൊണ്ട് ഇനി ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം അച്ഛൻ അങ്ങോട്ട് പോയി. അപ്പോൾ കണ്ടില്ലെങ്കിൽ കരയും, അത് കാരണം പോയതാണ്. അത് കാരണം എന്നുള്ള വാക്ക് ഞാനിപ്പോൾ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇതിന് ബാക്കി എന്തെങ്കിലും അച്ഛൻ പറയുന്നുണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഇതിന് ബാക്കിയായിട്ട് വരും. അപ്പോൾ ടാറ്റ, ബൈ.